ഡീമോട്ടിവേഷൻ വലിയ പ്രശ്നമാണ്. അത് ഏത് ടൈപ്പ് ഡിമോട്ടിവേഷൻ ഉദ്ദേശിച്ച്? ഡീമോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് ഈ കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ചുറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവായ കാര്യങ്ങളുണ്ട്, ഫ്രണ്ട് സർക്കിളിൽ അതൊന്ന് കിട്ടുന്നത് വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അത് പല കാറ്റഗറി ഉണ്ട്. അത് പല കാറ്റഗറി ഉണ്ട്. ഡീമോട്ടിവേഷൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു കാറ്റഗറി അല്ലേ? അല്ല, പിന്തിരിഞ്ഞ് നിൽക്കാൻ അല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ച്. ഓ, എങ്ങനെയാണത്? അത് ഒന്നിപ്പോ ചില ലേസി ആയിട്ടുള്ള പിള്ളേരുണ്ടാവും. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പല കാരണങ്ങളാൽ എത്തപ്പെട്ട ആളുകൾ, അവരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ എത്തപ്പെട്ട ആളുകൾ, അവരെ കാറ്റഗറിയിലേക്ക് ആളെ കൂട്ടും. അതായത് മടിയന്മാരുടെ കൂട്ടത്തിലേക്ക് ആളെ കൂട്ടും. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾ പഠിക്കുന്നത് കാണുന്നത് അയാൾക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടി അത് ഇഷ്ടമല്ല. അല്ലാതെ മറ്റേയാളെ ഉപദ്രവിക്കാനല്ല, ഇയാൾക്ക് ഇഷ്ടമല്ല. ആ പഠിക്കുന്നത് കാണുമ്പോ ഇയാൾക്ക് ഇടങ്ങറുകൾ ഉണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. അത് കണ്ടിട്ടുണ്ട്. വേറെ അടുത്ത കാറ്റഗറി വേറെ ഉണ്ട്. ചില ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകള് ചെയ്യുന്നുണ്ടോ? അതില് അത് പറയുമ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്താ? ഞാന് പഠിക്കുന്ന സമയത്ത് സാറ് ചിരിച്ചപ്പോഴേക്കും മനസ്സിലായി. ഞാൻ എല്ലാം നേരത്തെ പഠിച്ചു വെക്കും. എക്സാമിന് 2 ദിവസം മുമ്പ് തന്നെ പഠിച്ചു വെക്കും. പിന്നെ എക്സാമിന്റെ ടൈമില്